ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഒരു 3 ഫേസ് മോട്ടറിൻ്റെ കണക്ഷനാണ്. 3 ഫേസ് മോട്ടറിൽ നമുക്കറിയാം സ്റ്റാർ കണക്ഷനും ഡെൽറ്റ കണക്ഷനാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ യൂസ് ചെയ്യുന്ന സമയത്ത് വരുന്ന ആ ഒരു സ്റ്റാർ ഡെൽറ്റ കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു കണക്ഷനും. ഈ ഒരു 3 കണക്ഷൻ്റെ സമയത്തും മോട്ടറിൻ്റെ വൈൻഡിങ് ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ മോട്ടറിൻ്റെ വൈൻഡിങ്ങിനെ അത് എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് എന്നെല്ലാമാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. 3 ഫേസ് മോട്ടറിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. 3 ഫേസ് മോട്ടറിൻ്റെ ടെർമിനൽ ബോക്സ് നമ്മൾ തുറക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഏകദേശം ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഇതാണ് അതിൻ്റെ ടെർമിനൽ ബോക്സ് എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 6 ടെർമിനൽസ് ആയിക്കോളൂ നമുക്ക് അതിനകത്ത് ഉണ്ടാവുക. ഈ 6 ടെർമിനൽസിലേക്ക് ആയിക്കോളൂ നമ്മൾ കണക്ഷൻ കൊടുക്കുന്നതും. ഈ 6 ടെർമിനൽസാണ് നമ്മൾ സ്റ്റാറായിട്ടും അതുപോലെ തന്നെ ഡെൽറ്റ ആയിട്ടും യൂസ് ചെയ്യുന്നത്. സോ ഇതിൽ നമുക്ക് ജസ്റ്റ് ഒരു വർക്ക് ചെയ്തിട്ട് ബേസിക് ഉള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും. ഈ ഒരു 3 ടെർമിനൽ നമ്മൾ അതിൽ ഷോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കോപ്പറിൻ്റെ ഒരു പ്ലേറ്റ് ഉണ്ടാവും. അത് വെച്ച് നമ്മൾ ഈ ഒരു 3 ഇങ്ങനെ ഷോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് സ്റ്റാർ കണക്ഷനിൽ വർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ തിരിച്ച് ഇത് വെർട്ടിക്കലായിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഷോർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇത് ഡെൽറ്റ കണക്ഷനിൽ വർക്ക് ചെയ്യുന്നതും 3 ഫേസിൽ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അറിയാവുന്ന കാര്യമായിരിക്കുള്ളൂ. ഇനി അതുപോലെ തന്നെ നമ്മൾ ഈ ടെർമിനൽ ബോക്സിലുള്ള ഈ ഒരു 6 ടെർമിനൽസ് നമ്മൾ ഒന്നും കൂടി ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നോട്ട് ചെയ്തിരുന്ന ആ ഒരു ടെർമിനൽ മാർക്ക് അല്ലെങ്കിൽ ഒരു ടെർമിനൽ ഐഡൻറ്റിഫിക്കേഷൻ നമുക്ക് കാണാൻ പറ്റും. അത് U1, V1, W1. അതുപോലെ തന്നെ ഈ സൈഡ് ആയിക്കോളൂ ഇങ്ങനെ ആയിക്കോളൂ തുടങ്ങുന്നത് U2, V2, W2. ഈ ഒരു കാര്യം കൂടി നമുക്ക് ടെർമിനലിൻ്റെ ആ ഒരു കണക്ഷനിൽ അല്ലെങ്കിൽ ആ ഒരു ടെർമിനലിൻ്റെ ആ ഒരു ബേസിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലുള്ള ആ ഒരു മാർക്കിങ് നമുക്ക് കാണാൻ പറ്റും. ഈ മാർക്കിംഗ് എന്ന് പറയുന്നത് നമ്മുടെ കോയിലുകളിൻ്റെ ആ ഒരു എൻഡാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. നമുക്കൊരു 3 ഫേസ് മോട്ടറിൻ്റെ അകത്ത് വരുന്നത് 3 കോയിലുകളാണ്. ഒരു U1, U2, അതുപോലെ ഒരു V1, V2, ഒരു W1, W2. ആ ഒരു കോയിലിനെ നമ്മൾ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഫസ്റ്റ് കോയിൽ U1, U2 ആയിട്ടും V1, V2, W1, W2. ഇതാണ് നമുക്കൊരു 3 ഫേസ് മോട്ടറിൻ്റെ അകത്ത് വരുന്ന 3 കോയിൽ എന്ന് പറയുന്നത്. U1, U2, V1, V2, W1, W2. ഈ 3 കോയിലും നമുക്ക് മോട്ടറിൻ്റെ അകത്ത് നമ്മുടെ സ്റ്റേറ്ററിൽ നമുക്കറിയാം. മോട്ടറിന് മെയിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 2 പാർട്സാണുള്ളത്. ഒരു സ്റ്റേറ്ററും അതുപോലെ തന്നെ ഒരു റോട്ടറും. അതിൽ റോട്ടർ എന്ന് പറഞ്ഞാൽ അകത്ത് റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു പാർട്ടാണ് റോട്ടർ. അതുപോലെ ആ ഒരു ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു പോർഷനാണ് സ്റ്റേറ്റർ എന്ന് പറയുന്നത്. സോ ഈ ഒരു 3 കോയിലും നമ്മുടെ ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഈ ഒരു 3 കോയിൽ നമ്മുടെ സ്റ്റേറ്ററിൽ റൊട്ടേറ്റ് ചെയ്തിട്ടായിക്കോളൂ വൈൻഡ് ചെയ്തിട്ടായിക്കോളൂ ഉള്ളത്. ഈ ഒരു ഇതിൻ്റെ എൻഡുകളാണ്, അതായത് സ്റ്റാർട്ടിങ് പോയിൻറ്റും അതുപോലെ എൻഡിങ് പോയിൻറ്റുമാണ് നമുക്ക് ഈ 6 ടെർമിനൽസ് ആയിട്ട് വരുന്നത് ടെർമിനൽ ബോക്സിൻ്റെ അകത്ത്. ഇപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് കോയിലൂടെ കാണാൻ പറ്റും U1, U2, സെക്കൻഡ് കോയിൽ V1, V2, തേർഡ് കോയിൽ W1, W2. ഇത് സെയിം ആയിട്ട് U1, U2 അങ്ങനെ V1, V2, W1, W2 കൊടുക്കാത്തതെന്നുണ്ടെങ്കിൽ ഇത് ആ ഒരു സ്റ്റാർ ഡെൽറ്റയും ചെയ്യും. സ്റ്റാർ ചെയ്യുമ്പോൾ നമുക്ക് കുഴപ്പമില്ല. ഈ സൈഡാണ് നമ്മൾ സ്റ്റാർ ചെയ്യുന്നത്. അത് നമുക്കൊരു സ്റ്റാർ ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ 3 പോയിൻറ്റും, അതായത് 3 സ്റ്റാർട്ടിങ്ങും ഇത് 3 തമ്മിലിങ്ങനെ ആണ് ഈ സ്റ്റാർ കണക്ഷനിൽ നമ്മൾ വരുന്നത്. പക്ഷേ ഡെൽറ്റയിൽ വരുമ്പോഴത്തേക്കും നമുക്ക് കണക്ഷനിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ആ ഒരു ഡെൽറ്റ കണക്ഷൻ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടെർമിനൽ മാർക്കിങ് ഇതുപോലെ ഇപ്പുറത്തെ സൈഡിലേക്ക് മാറ്റി കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ നമുക്കിത് പ്രോപ്പറായിട്ട് ഡെൽറ്റ കണക്ഷനിൽ കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി ആ കണക്ഷൻ വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ സ്റ്റാർ കണക്ഷൻ്റെ കാര്യം ആദ്യം തന്നെ പറഞ്ഞു. സ്റ്റാർ കണക്ഷനകത്ത് U1, V1, W1 പോയിൻറ്റ് ഈ ഒരു കോപ്പർ വയർ വെച്ചിട്ട് നമ്മൾ ഷോർട്ട് ചെയ്യുന്നതനുസരിച്ചിട്ട് ഈ ഒരു 3 പോയിൻ്റാണ് ഷോർട്ട് ആവുന്നത്. സോ ഇതിൻ്റെ ഒരു സ്റ്റാർ കണക്ഷൻ പ്രോപ്പറായിട്ട് നമ്മൾ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാർ കണക്ഷൻ നമുക്കറിയാം. സ്റ്റാർ കണക്ഷനെ തന്നെ ഓൾറെഡി നമ്മൾ വൈ കണക്ഷൻ എന്നും പറയാറുണ്ട്. സോ ഈ ഒരു രീതിയിലാണ് സ്റ്റാർ കണക്ഷൻ വരുന്നത്. ഇതിലിപ്പോൾ നമുക്ക് ഈ 3 കോയിലും നമ്മൾ മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതായിരിക്കുള്ളൂ U1, U2, V1, V2, W1, W2. ഈ രീതിയിലായിരിക്കുള്ളൂ കോയിലിൻ്റെ അകത്ത് ഇതിനകത്ത് മോട്ടറിൻ്റെ ആ ഒരു വൈൻഡിങ് തമ്മിലുള്ള ആ ഒരു കണക്ഷൻ വരുന്നത്. ഈ രീതിയിലായിരിക്കുള്ളൂ. ഇവിടെ നമുക്ക് കാണാം U1, V1, W1 ആണ് ഒരുമിച്ച് വന്നിട്ടുള്ളത്. അതായത് ആ ഒരു 3 പോയിൻ്റാണ് നമ്മൾ കോമൺ ചെയ്തിട്ടുള്ളത്. സോ ആ ഒരു സെയിം തന്നെയാണ് നമ്മളിവിടെ മോട്ടറിൻ്റെ ടെർമിനൽ ബോക്സിൻ്റെ അകത്ത് ഷോർട്ട് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. ഈ ഒരു 3 ബാർ നമ്മൾ ഷോർട്ട് ചെയ്യും, 3 ടെർമിനൽ നമ്മൾ ഷോർട്ട് ചെയ്യുമ്പോഴത്തേക്കും U1, V1, W1 ഷോർട്ട് ആവും. അങ്ങനെ മോട്ടറിൻ്റെ അകത്തുള്ള ആ ഒരു വൈൻഡിങ് 3 സ്റ്റാർ കണക്ഷനിലേക്ക് മാറും. സോ ഇങ്ങനെയാണ് സ്റ്റാർ കണക്ഷൻ വരുന്നത്. ഇനി നമ്മൾ ഡെൽറ്റ കണക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെൽറ്റ നമുക്ക് വരുന്നത് അറിയാം. ഏകദേശം ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് ഡെൽറ്റയുടെ കണക്ഷൻ വരുന്നത്. സോ നമ്മൾ ആ ഒരു ടൈപ്പിലായിരിക്കുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു അറേഞ്ച്മെൻറ്റിലായിരിക്കുള്ളൂ നമ്മുടെ കോയിലും വരേണ്ടത്. സോ ഡെൽറ്റ കണക്ഷൻ നമ്മൾ വരക്കുകയാണെന്നുണ്ടെങ്കിൽ
ഇങ്ങനെ ആയിരിക്കുള്ളൂ ഡെൽറ്റ കണക്ഷൻ മോട്ടറിൻ്റെ അകത്ത് നമ്മൾ ഈ ഒരു ഇതിൽ കൊടുക്കുമ്പോഴത്തേക്കും ഡെൽറ്റ കണക്ഷൻ മാറേണ്ടത് ഈ ഒരു രീതിയിലേക്കായിരിക്കുള്ളൂ മാറേണ്ടത്. സോ ഇതിനകത്ത് നമ്മൾ കോയിലിൻ്റെ ആ ഒരു മാർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 3 കോയിൽ നമ്മൾ വരച്ചിട്ടുണ്ട്. U1 U2 ഈ കോയിൽ V1 V2 W1 W2. സോ ഇതാണ് നമ്മളിപ്പോൾ ഇവിടെ ഷോർട്ട് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം U1ഉം W2ഉം തമ്മിലാണ് ആ ഒരു ഷോർട്ടിങ് വന്നിട്ടുള്ളത്. ആ ഒരു സെയിം പോയിന്റ് വരെ നമുക്ക് ഇവിടെയാണ് U1ഉം W2ഉം തമ്മിൽ ഷോർട്ടായിട്ടുണ്ട്. നെക്സ്റ്റ് പോയിന്റ് വരുന്നത് U2ഉം V1ഉം തമ്മിലാണ്. ഇവിടെ നമുക്ക് കാണാം U2 V1. അപ്പോൾ ഈ ഒരു പോയിൻ്റാണ് ഷോർട്ട് ചെയ്യുന്നത്. സോ ഇവിടെ നമുക്ക് U2 V1. ഫൈനലി നമുക്ക് W1 V2. അതാണ് നമ്മുടെ തേർഡ് പോയിന്റ് W1 V2. സോ ഈ ഒരു പോയിന്റും നമ്മൾ ഷോർട്ട് ചെയ്യും. ഇങ്ങനെയാണ് ഡെൽറ്റ കണക്ഷൻ വർക്ക് ചെയ്യുന്നത്. അതിൽ നമ്മൾ ഫസ്റ്റ് കേസിൽ നമ്മൾ കണ്ടു എല്ലാത്തിൻ്റെയും സ്റ്റാർട്ടിംഗ് ടെർമിനൽ നമ്മൾ ഷോർട്ട് ചെയ്തു. ഇത് സ്റ്റാർട്ടിംഗ് ടെർമിനലായിട്ടുള്ള ഈ V1 U1 W1 തന്നെ ഷോർട്ട് ചെയ്യണമെന്നില്ല. സ്റ്റാർട്ടിംഗ് ടെർമിനലോ അല്ലെങ്കിൽ എൻഡിങ് ടെർമിനലോ നമുക്ക് ചൂസ് ചെയ്യാം ഏതാണെന്നുള്ളത്. സ്റ്റാർട്ടിംഗ് ടെർമിനലാണെങ്കിൽ എല്ലാത്തിൻ്റെയും സ്റ്റാർട്ടിംഗ് ടെർമിനൽ നമുക്ക് ഷോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ എൻഡിങ് ടെർമിനലാണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ എല്ലാത്തിൻ്റെയും എൻഡിങ് ടെർമിനൽ ചൂസ് ചെയ്യാം. പക്ഷേ ഡെൽറ്റ കണക്ഷനിൽ വരുന്നുണ്ടെങ്കിൽ ഒരെണ്ണത്തിൻ്റെ സ്റ്റാർട്ടിങ്ങും അടുത്തതിൻ്റെ എൻഡിങ് പോയിൻറ്റും തമ്മിലാണ്. അതായത് ഒരു കോയിലിൻ്റെ ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് കോയിൽ കാണാം. ഈ ഒരു ഫസ്റ്റ് കോയിലിൻ്റെ എൻഡിങ് പോയിൻറ്റും സെക്കൻഡ് കോയിലിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റും തമ്മിലാണ് ഇവിടെ ഷോർട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ആ സെക്കൻഡ് കോയിലിൻ്റെ എൻഡിങ് പോയിൻറ്റും തേർഡ് കോയിലിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റും തേർഡ് കോയിലിൻ്റെ എൻഡിങ് പോയിൻറ്റും ഫസ്റ്റ് കോയിലിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റും അതാണ് സ്റ്റാറും ഡെൽറ്റയും തമ്മിൽ കണക്ഷനിൽ വരുന്നൊരു വ്യത്യാസം. ഈ ഒരു കണക്ഷൻ ഈ രീതിയിൽ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു ഈ ഒരു ടെർമിനൽ ബോക്സിൻ്റെ അകത്ത് ഈ രീതിയിലുള്ള ആ ഒരു അറേഞ്ച്മെൻറ്റ് വന്നിട്ടുള്ളത്. ഇതിൽ സ്റ്റാർ കണക്ഷൻ നമുക്ക് യൂസ് ചെയ്യണതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. സ്റ്റാർ കണക്ഷനിൽ നമ്മൾ മോട്ടർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും സ്റ്റാർട്ടിങ്ങിന് ടോർക്ക് കുറവായിരിക്കുള്ളൂ. അതുപോലെ തന്നെ സ്റ്റാർട്ടിങ് കറണ്ടും കുറവായിരിക്കുള്ളൂ. അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള അതായത് സ്റ്റാർട്ടിങ് കറണ്ട് എന്തുകൊണ്ടാണ് കുറയുന്നതെന്നൊക്കെ ഉള്ളതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. താല്പര്യമുള്ളവർക്ക് അത് കയറി കാണാം. അതിലെങ്ങനെയാണ് കറക്റ്റായിട്ട് ഈ ഒരു സ്റ്റാർട്ടിങ് കറണ്ട് സ്റ്റാറിൽ കുറയുന്നതെന്നുള്ളത് പ്രോപ്പറായിട്ടുള്ള കാൽക്കുലേഷൻ വെച്ചിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വ്യക്തമായിട്ട് അറിയാൻ താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. സ്റ്റാർ കണക്ഷൻ്റെ അകത്ത് നമ്മൾ കൊടുക്കുന്ന ഫേസ് പോകുന്നത് നമുക്കിവിടെ കാണാം RYB. നമ്മൾ 3 ഫേസ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ആ 3 ഫേസിൽ ഒരു ഫേസ് ഒരു കോയിലിലേക്ക്, രണ്ടാമത്തെ ഫേസ് രണ്ടാമത്തെ കോയിലിലേക്ക്, മൂന്നാമത്തെ ഫേസ് മൂന്നാമത്തെ കോയിലിലേക്ക്, അങ്ങനെയാണ് പോകുന്നത്. അതായത് ഒരു കോയിലിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഒരു ഫേസ് മാത്രമാണ്. അതിലൂടെ ഫ്ലോ ചെയ്യുന്ന ആ വോൾട്ടേജ് എന്ന് പറഞ്ഞത് നമുക്കറിയാം സിംഗിൾ ഫേസ് വോൾട്ടേജ് 230 വോൾട്ടാണ്. ആ ഒരു 230 വോൾട്ട് ആയിക്കോളൂ ഇതിനകത്ത് കൂടി ഫ്ലോ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഡെൽറ്റയുടെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് സെയിം ഇവിടെ തന്നെ കാണാം RYB. ഇതിൽ നമ്മൾ ഈ ഒരു കോയിൽ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ V1 V2 എന്ന് പറഞ്ഞ കോയിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു എൻഡിൽ Rഉം രണ്ടാമത്തെ എൻഡിൽ B ഫേസുമാണ്. സോ ഇതിലേക്ക് പോകുന്ന ആ ഒരു കോയിൽ സപ്ലൈ എന്ന് പറയുന്നത് 2 ഫേസിൽ നിന്നുള്ള സപ്ലൈ ആണ്. അതായത് 440 വോൾട്ടാണ് ഡെൽറ്റ കണക്ഷനിൽ ഒരു കോയിലിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം പറഞ്ഞു ഈ ഒരു കോയിലിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫീൽഡ് ജനറേറ്റ് ചെയ്യാനുള്ളതാണ്. ആ ഒരു ഫീൽഡാണ് മോട്ടറിനെ റൊട്ടേറ്റ് ചെയ്യിക്കുക എന്നുള്ളത്. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും സ്റ്റാർട്ടിങ് ടൈമിൽ അല്ലെങ്കിൽ സ്റ്റാറിൽ നമ്മൾ കണക്ട് ചെയ്യുമ്പോഴത്തേക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു ഫീൽഡ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഡെൽറ്റനായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കുറവായിരിക്കുള്ളൂ. കാരണം ഇതിൽ രണ്ടിലും ഫീൽഡ് ജനറേറ്റ് ചെയ്യുന്നത് നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് അനുസരിച്ചിട്ടാണ്. ഇതിൽ നമ്മൾ 230 വോൾട്ട് കൊടുക്കുന്നുള്ളൂ, ഡെൽറ്റയിൽ നമ്മൾ 400 വോൾട്ട് കൊടുക്കുന്നുണ്ട്. സോ അതനുസരിച്ചിട്ടുള്ള ഫീൽഡ് ആയിരിക്കുള്ളൂ ഓരോന്നിലും ജനറേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ആ ഒരു ടോർക്ക് ആയിക്കോളൂ ആ ടൈമിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ സ്റ്റാറിൽ നമുക്ക് സ്റ്റാർട്ടിങ് ടൈമിൽ അല്ലെങ്കിൽ സ്റ്റാറിൽ കണക്ട് ചെയ്യുന്ന ആ ഒരു മോട്ടറിന് ടോർക്ക് കുറവായിരിക്കുള്ളൂ. അതുപോലെ തന്നെ ആ റൺ ചെയ്യുമ്പോഴുള്ള കറണ്ടും കുറവായിരിക്കുള്ളൂ കമ്പാരിറ്റീവ്ലി ഡെൽറ്റയിലാകുമ്പോഴത്തേക്കും ടോർക്ക് കൂടുതലായിരിക്കുള്ളൂ. കാരണം നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് ഒരു കോയിലിലേക്ക് അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് 440 വോൾട്ടാണ്. ഇനി നമ്മൾ സ്റ്റാർ ഡെൽറ്റയുടെ ഒരു കണക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാർ ഡെൽറ്റ കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ടെർമിനലിൽ നമുക്ക് 6 ടെർമിനലാണുള്ളത്. പക്ഷേ ഈ ഒരു ടെർമിനലിൽ ഒന്നിലും നമ്മൾ ഈ പറഞ്ഞ ഷോർട്ടിങ് നമ്മൾ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ഒരു സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ യൂസ് ചെയ്യുന്ന ഒരു മോട്ടറിൻ്റെ ടെർമിനലിൻ്റെ കേസാണ് പറയുന്നത്. അതിൽ നമ്മൾ ഈ പറഞ്ഞ ഷോർട്ടിങ് ഒന്നും ഉപയോഗിക്കുന്നില്ല. ആ ഒരു ഷോർട്ടിങ് നമ്മൾ സെപ്പറേറ്റ് വയറും അതുപോലെ തന്നെ കോൺടാക്റ്റേഴ്സും യൂസ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. സ്റ്റാർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ നിന്ന് 3 കേബിൾ എടുത്തിട്ടുണ്ടാവും. ആദ്യം തന്നെ നമ്മൾ കണക്ഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിൽ നിന്ന് 6 ടെർമിനലിൽ നിന്ന് നമ്മൾ എക്സ്ട്രാ വയർ എക്സ്റ്റേണലി പുറത്തോട്ട് എടുത്തിട്ടുണ്ടാവും. അതിൽ നമ്മൾ സ്റ്റാറിലേക്ക് അതായത് സ്റ്റാർട്ടിങ് ടൈമിൽ നമ്മൾ സ്റ്റാറിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. സോ ഒരു കോൺടാക്ടർ വെച്ചിട്ട് നമ്മൾ ഈ ഒരു 3 കേബിളും തമ്മിൽ ഷോർട്ട് ചെയ്യിക്കും. നേരത്തെ നമ്മൾ ഈ പറഞ്ഞ ആ ഒരു കോപ്പറിൻ്റെ ആ ഒരു പ്ലേറ്റ് വെച്ചിട്ട് നമ്മൾ
ഷോർട്ട് ചെയ്യുന്നതിന് പകരമായിട്ട് ഒരു കോൺടാക്ടർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു കേബിൾ വെച്ചിട്ട് തന്നെ ഇത് സ്റ്റാർ ചെയ്യിക്കും. അങ്ങനെയാണ് സ്റ്റാർ റൺ ചെയ്യുന്നത്. സെയിം തന്നെ നമ്മൾ ഡെൽറ്റയിലേക്ക് മാറ്റുന്ന സമയത്ത് സെപ്പറേറ്റ് കോൺടാക്ടർ, ഡെൽറ്റയുടെ കോൺടാക്ടർ ഉണ്ട്. ആ ഒരു കോൺടാക്ടർ വെച്ചിട്ട് ഈ ഒരു കണക്ഷൻ നമ്മൾ വീണ്ടും ഡെൽറ്റയിലേക്ക് ചേഞ്ച് ചെയ്യും. അങ്ങനെയാണ് സ്റ്റാർ ഡെൽറ്റയുടെ ആ ഒരു കണക്ഷൻ വരുന്നത്. സ്റ്റാർ ഡെൽറ്റയുടെ കേസിൽ നമ്മൾ സ്റ്റാർ ഡെൽറ്റയിൽ റൺ ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറിലോട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള മോട്ടറിൽ നമുക്ക് നോക്കി അറിയാൻ പറ്റും ഈ നമ്മൾ ഷോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കോപ്പറിൻ്റെ ആ ഒരു പ്ലേറ്റ് യൂസ് ചെയ്തിട്ടുണ്ടാവില്ല. അതിന് കാരണം ഇതാണ്, നമ്മളത് ഇങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കുന്നതുകൊണ്ടാണ്. സോ ഇപ്പോൾ നമ്മൾ മോട്ടറിൻ്റെ സ്റ്റാർ അതുപോലെ തന്നെ മോട്ടറിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഡെൽറ്റ ആവുന്നത്, ഒരു സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറിലേക്ക് കണക്ട് ചെയ്യുന്ന മോട്ടറിൻ്റെ അകത്ത് ഈ പറഞ്ഞ സ്റ്റാറിങ്ങും ഡെൽറ്റയും എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത് നമ്മൾ നോക്കി. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു.